ഇപ്പോൾ ജിൻറ്റോയുടെ ആ സ്ക്രീൻ സ്പേസ് വളരെ കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ശരിക്കും വലിയ ഒരു എന്താ പറയുക, നമ്മളൊരിക്കലും വിചാരിക്കാത്ത അല്ലെങ്കിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ ജിൻറ്റോയെ മനഃപൂർവ്വം ഒഴിവാക്കി, അതും ഒരു പ്രധാന ടാസ്ക് അത് ഒഴിവാക്കിയാണ് ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത്. അതായത് ടി വിയിൽ വരുന്ന എപ്പിസോഡിൽ ജിൻറ്റോ ജയിച്ച 2 ടാസ്കുകൾ കാണിച്ചിട്ടില്ല. ഇപ്പോൾ BB+ലാണ് പിന്നെ അത് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതായത് ഹോട്ട്സ്റ്റാറിലൊക്കെ പോയി കാണുന്നവർ മറ്റേ ടി വിയിൽ കാണുന്നതിനേക്കാളും വളരെ കുറവ് പ്രേക്ഷകരായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു വലിയ വീഴ്ചയാണ്. അതായത് ജിൻറ്റോയുടെ ആ പ്രധാന ടാസ്ക്, ടിക്കറ്റ് ഫിനാലെ ടാസ്ക് എല്ലാവരുടെയും കുറച്ചെങ്കിലും എന്തെങ്കിലും കാണിക്കേണ്ടതാണ്. അല്ലാതെ ജിൻറ്റോയുടെ ടാസ്ക് മാത്രം ഇങ്ങനെ ഒഴിവാക്കി ശ്രീതു ജയിച്ച ടാസ്കൊക്കെ കാണിച്ചു. അപ്പോൾ ഇത് വളരെ ഒരു വിവേചനം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ടോപ്പ് 10 ഇനി ടോപ്പ് 5ലേക്ക് എത്തുന്ന ഈ ഒരു സമയഘട്ടമാണിത്. അപ്പോൾ അതിലിങ്ങനെ ജിൻറ്റോയെ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് ജിൻറ്റോയുടെ ആ പ്രതിച്ഛായ അത് ഇനി കൂടുതൽ ഉയരാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും വളരെ മോശമാണ്, വളരെ നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കഴിഞ്ഞ സീസണിലൊന്നും ഇതേപോലത്തെ ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഇത് വളരെ മോശമായിപ്പോയി.